Welcome back. So, buddy, എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത്? രണ്ട് പോർട്ടബിൾ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. So guys, first നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ഹാൻഡ് റോൾഡ് പിയാനോ ആണ്. സോ ഈ ബോക്സിൽ നമുക്ക് ഒരു പിയാനോ, സസ്റ്റെയിൻ പെഡൽ കൂടാതെ ഒരു ചാർജിങ് കേബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സ് ഓർ എങ്ങനെയാണ് യൂസിങ് എന്ന് നോക്കാം. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ കീബോർഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ കീബോർഡിൻ്റെ സ്വിച്ചസിൻ്റെ ബേസ് വരുന്നത് ഒരു റബ്ബർ ഷീറ്റ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റോൾഡ് അപ്പ് ചെയ്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കാൻ സാധിക്കുന്ന ഒരു പോർട്ടബിൾ ഡിസൈനാണ് ഇതിന് വരുന്നത്. കൂടാതെ ഇതിനകത്ത് കീസും കൺട്രോളിംഗ് സിസ്റ്റം ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. സോ ഇതിൽ ഈ റോൾഡ് പിയാനോയിൽ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണ്. നമുക്ക് നമ്മുടെ മൊബൈൽ ഡിവൈസ് ഈ ഒരു പിയാനോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു കാരോക്കി പ്ലേ ചെയ്യാൻ നമുക്ക് ഈ ഒരു പിയാനോയിൽ സാധിക്കും. നല്ലൊരു വോയിസ് ഔട്ട്പുട്ടാണ് ഈ പിയാനോയിൽ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 3.5 mm ഓഡിയോ ജാക്ക് വഴി നമുക്ക് എക്സ്റ്റേണൽ സ്പീക്കർ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. പ്ലേ ചെയ്യുന്ന മ്യൂസിക് റെക്കോർഡ് ചെയ്യാനും സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടെ റിതം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ പാനലിൻ്റെ സൈഡിൽ നമുക്ക് മൈക്ക്, ഇയർഫോൺ, MP3 എന്നിവ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മൈക്രോ USB വഴിയാണ് നമ്മൾ ഈ ഒരു പിയാനോ ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റോൾ അപ്പ് ഡ്രം കിറ്റാണ്. ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത് ഒരു ഡ്രം, കൂടാതെ 2 ഡ്രം സ്റ്റിക്ക്, കൂടാതെ 2 ഫുട്ട് പെഡൽസ്, കൂടാതെ ഒരു ചാർജിങ് കേബിളാണ്. യൂസർ മാനുവലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ യൂണീക്ക് ആൻഡ് റഗ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് നമ്മുടെ ഈ പോർട്ടബിൾ ഡ്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു റബ്ബർ മെറ്റീരിയലാണ് നമ്മുടെ ഈ ഡ്രം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് റോൾ ചെയ്തുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കാൻ സാധിക്കുന്ന ഒരു പോർട്ടബിൾ ഡിസൈനാണ് ഇതിന് വരുന്നത്. ഡ്രമ്മിൻ്റെ ടോപ്പ് പൊസിഷനിലാണ് ഇതിൻ്റെ കൺട്രോളിംഗ് കീസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും മ്യൂസിക് റെക്കോർഡ് ചെയ്യാനും കൂടാതെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ഈ കൺട്രോളിംഗ് കീസ് വഴി സാധിക്കുന്നു. സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി അഡീഷണൽ ആയിട്ട് സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ഈ ഒരു വർക്കിംഗ് പാനൽ നമുക്ക് കാണാം. ആൻഡ് ഓൾസോ ഇത് പവർ ചെയ്യാൻ ഓർ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു USB കണക്ടർ വെച്ചിട്ടാണ് ഇത് പവർ ചെയ്യുന്നത്. ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വുഡൻ സ്റ്റിക്ക് ലൈറ്റ് വെയ്റ്റും സ്മൂത്തുമാണ്. സോ ഗൈസ്, ഈ ഗാഡ്ജറ്റ് നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ തന്നെ സ്വന്തമാക്കാനും ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഈസി സ്റ്റോർ സന്ദർശിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ മറ്റൊരു ഗാഡ്ജറ്റുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ഈസി സ്റ്റോർ. ബൈ.